വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയുന്നത്, കണ്ണൂരിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമുള്ള നേതാക്കന്മാരാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഈ കർഷക പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലൂടെ പരമാവധി സർക്കാരിൻ്റെ ശ്രദ്ധയിലിട്ട് കൊണ്ടുവരാനും പരമാവധി ആനുകൂല്യങ്ങൾ കഷ്ടപ്പെടുന്ന, നമുക്ക് അന്നം തരുന്ന നമ്മുടെ ദൈവങ്ങളാണ് കർഷകർ എന്നാണ് പറയാറുള്ളത്. അവർക്ക് വേണ്ടി നിങ്ങളുടെ വരികൾ അവർക്ക് വേണ്ടി ചലിപ്പിക്കണം, നിങ്ങളുടെ വാക്കുകൾ അവർക്ക് വേണ്ടി സംസാരിക്കണം. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വിള കേരളത്തിൽ നെൽകൃഷിയാണ്. കൊയ്ത്താരംഭിച്ചു. കഴിഞ്ഞ വർഷം നെല്ലിൻ്റെ സംഭരണ വില 28 രൂപ 20 പൈസയായിരുന്നു. കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ സംഭരണ വില വർദ്ധിപ്പിച്ചു. ഈ വർഷം അവർ 23 രൂപ കേന്ദ്ര വിഹിതമാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവർ പ്രോത്സാഹന സബ്സിഡിയായി നെൽകർഷകർക്ക് കൊടുത്തിരുന്നത് 8 രൂപ 80 പൈസയായിരുന്നു കഴിഞ്ഞ വർഷം വരെ. 8 രൂപ 80 പൈസ. അപ്പോൾ 23 രൂപയുടെ കൂടെ 8.80 കൂടെ കൂട്ടുക, 31 രൂപ 80 പൈസ കേരളത്തിലെ നെൽകർഷകർക്ക് ഇത്തവണത്തെ സംഭരണത്തിൽ കൊടുക്കേണ്ടതാണ്. പക്ഷെ കേരള സർക്കാർ ചെയ്തിരിക്കുന്നത്, നെൽകർഷകർക്ക് അവർ കൊടുക്കുന്ന സബ്സിഡി, പ്രോത്സാഹന സബ്സിഡി, ആ സബ്സിഡി കേരള സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ടെന്ന്. അരിയുടെ വില എന്തുമാത്രം വർദ്ധിച്ചു. കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദന ചെലവിനനുസൃതമായുള്ള വില സർക്കാർ കൊടുക്കേണ്ടതല്ലേ? ആനുപാതികമായി നെല്ലിൻ്റെ വില വർദ്ധിപ്പിക്കേണ്ടതല്ലേ? പക്ഷേ ഈ വർഷം ആ നെല്ലിൻ്റെ വില അവർ വർദ്ധിപ്പിക്കാതെ, അവർ നൽകുന്ന പ്രോത്സാഹന സബ്സിഡി വർദ്ധിപ്പിക്കാതെ അത് താഴ്ത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നെല്ലിന് സംഭരണ വില സർക്കാർ വർദ്ധിപ്പിക്കേണ്ടതാണ്. സംഭരണ വില പക്ഷേ വർദ്ധിപ്പിക്കുന്നില്ല. 35 രൂപ സംഭരണ വില കിട്ടിയാൽ പോലും കേരളത്തിലെ നെൽകർഷകർക്ക് ലാഭകരമായി നെൽകൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, കാലാവസ്ഥാ വ്യതിയാനം. ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ ഉണ്ടായ മഴ, നെല്ല് കൊയ്യുന്ന സമയമാണ്. എന്തുമാത്രം നഷ്ടമാണ് കർഷകർക്കുണ്ടാകുക. കഴിഞ്ഞ 6 മാസമായാണ് ഇവിടെ കടുത്ത മഴയാണ് നമ്മൾ നേരിടുന്നത്. കർഷകരുടെ കൃഷി അവർക്ക് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനോ ലാഭകരമാക്കാനോ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. വളത്തിൻ്റെ വിലയെക്കുറിച്ച്, വളത്തിൻ്റെ വില നേരെ ഇരട്ടിയായി. കൂലി വർദ്ധിച്ചു. ഇതൊന്നും വകവെക്കാതെ കർഷകരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയും നെല്ലിൻ്റെ വില കുറയ്ക്കുകയും ചെയ്യുന്ന കേരള സർക്കാരിൻ്റെ നടപടി ഒരു കാരണവശാലും കാർഷിക മേഖലയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമുക്കറിയാമല്ലോ, ഇവിടെ നെല്ലിൻ്റെ റബ്ബറിൻ്റെ അന്താരാഷ്ട്ര വില ഇന്നത് 207 രൂപയാണ്. 1 കിലോ റബ്ബറിന് അന്താരാഷ്ട്ര വില RSS 4-ന് 207 രൂപയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് റബ്ബറിൻ്റെ വില 1 കിലോ റബ്ബറിന് 189 രൂപയും ലോഡ് റബ്ബറിന് 175 രൂപയാണ്. കേരള സർക്കാർ സംഭരണ വില വർദ്ധിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 6 മാസം മുമ്പ് 180 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഞാൻ ചോദിച്ചോട്ടെ, 250 രൂപ റബ്ബറിന് സംഭരണ വില കൊടുക്കുമെന്ന് പറഞ്ഞ ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോഴും 4ാമത്തെ വർഷമാണ്, അധികാരത്തിൽ എത്തിയിട്ട് 4ാമത്തെ വർഷമാണ് ആവുന്നത്. 250 രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച റബ്ബറിൻ്റെ സംഭരണ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറായോ? 6 മാസമായി ടാപ്പിംഗ് നടക്കുന്നില്ല. മഴയാണ് കാരണം. ഈ റബ്ബർ കർഷകർ എന്ത് ചെയ്യും? ഉൽപാദന ചെലവ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിളകളുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, കാർഷിക വായ്പകൾക്ക് സബ്സിഡി നേരത്തെ നൽകിയിരുന്നു കേന്ദ്രവും സംസ്ഥാനവും. കർഷകർക്ക് നൽകുന്ന കാർഷിക വായ്പയ്ക്കുള്ള സബ്സിഡി കേരള സർക്കാർ പൂർണ്ണമായും നിർത്തലാക്കിയിട്ട് 1 വർഷം കഴിഞ്ഞു. കർഷകരെ പ്രയാസപ്പെടുത്താൻ
ഒരു വിപ്ലവ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഭരണം നടക്കുമ്പോൾ കർഷകർക്ക് വേണ്ടി എന്ത് നടപടി സ്വീകരിക്കുന്നു? അവർ പറയുന്ന ഏതെങ്കിലും കാര്യം ഇവിടെ നടപ്പിലാക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതാണ്. കാർഷിക വായ്പയുടെ സബ്സിഡി വെട്ടിക്കുറച്ചപ്പോഴത് 4% കൊടുത്തുകൊണ്ടിരുന്നത് കേന്ദ്രം കൊടുത്തുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ ഒരു പലിശയും കൊടുക്കേണ്ടി വന്നിരുന്നില്ല. യഥാസമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് ഒരു പൈസ പോലും കാർഷിക വായ്പയ്ക്ക് കൊടുക്കേണ്ടി വരില്ലായിരുന്നു. പലിശ ഇനത്തിൽ കൃത്യമായ സബ്സിഡി ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഇപ്പോൾ ആ പലിശ കൊടുക്കാത്ത സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. അത് മൂന്നാമത്തെ വിഷയം. നാലാമത് ഇടുക്കിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഏലമരക്കാടുകൾ. ഇടുക്കിയിലെ കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ് ഏലം കൃഷി. ആ ഏലം കൃഷി കഴിഞ്ഞ വർഷം കടുത്ത വരൾച്ചയെ തുടർന്ന് 80% ഏലവും നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. അത്രയും വലിയ വെല്ലുവിളിയെ നേരിടുന്ന ആ കർഷകരെ സംബന്ധിച്ച് ഏലമരക്കാടുകൾ വനഭൂമിയാക്കാനുള്ള ശ്രമം വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു. ഇവിടെ കോടതികളിൽ, സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസ് ഏലമരക്കാടുകളെ സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. നിലവിലുള്ള വനമേഖലയേക്കാൾ കൂടുതൽ അളവാണ് കൊടുത്തിരിക്കുന്നത് കേരള സർക്കാർ സുപ്രീം കോടതി. ആ പ്രദേശങ്ങളിലെല്ലാം ഈ ഏലം കർഷകരെ ഏലമരക്കാടുകളിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ടത് വനഭൂമിയാക്കാൻ നടത്തുന്ന ശ്രമം, അത് ഈ കേരളത്തിലെ കർഷകരെ ഏറ്റവും അലട്ടുന്ന, പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കർഷകരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. വന്യമൃഗശല്യമാണ് നാലാമത്തെ കാര്യം. നിങ്ങളെല്ലാം ഇത് എല്ലാ ദിവസവും വായിക്കുന്നതാണ്. വന്യമൃഗ ആക്രമണങ്ങൾ കൊണ്ട് കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ പക്ഷേ ഒരു 3 ആഴ്ച കൊണ്ട് ആ വാർത്ത കാര്യമായി വരുന്നില്ലെങ്കിലും നിരവധി വനമേഖലകൾ, ജനവാസ മേഖലകൾ, വനത്തിനോട് ചേർന്നുള്ള ജനവാസ മേഖലകൾ വന്യമൃഗ ശല്യം കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ചുറ്റുപാടാണെന്നുള്ളത്. അവരെ സംബന്ധിച്ച് കൊല്ലപ്പെടുന്ന കുടുംബങ്ങളിൽ കുടുംബനാഥന്മാർ കൊല്ലപ്പെടുന്നു, സഹോദരങ്ങൾ നഷ്ടപ്പെടുന്നു വന്യമൃഗശല്യം കൊണ്ട്. വന്യമൃഗശല്യം കൊണ്ട് കൃഷി പൂർണ്ണമായും നശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഞാനൊക്കെ താമസിക്കുന്നത് മലയോര മേഖലയിൽ അല്ലെങ്കിൽ പോലും ഞങ്ങളുടെ പ്രദേശത്ത് പോലും, കണ്ണൂരിൽ ചില പ്രദേശങ്ങൾ കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് സഹിക്കാത്ത സ്ഥിതി. ആലപ്പുഴ ജില്ലയിൽ വനമില്ല. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്ക് കുട്ടനാട്ടിൽ വന്നിട്ടുണ്ട് കാട്ടുപന്നി. കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. മലയോര മേഖലയിൽ ഒരു പ്രദേശത്തും ചേമ്പ്, കപ്പ, ചേന ഇങ്ങനെയുള്ള ഒരു സാധനം വിളയിക്കാൻ പറ്റുന്നില്ല. വയനാടാണ് നെൽകൃഷി നശിപ്പിക്കുന്നു. എങ്ങനെ കർഷകൻ മുന്നോട്ട് പോകും? സർക്കാർ ഇതിന് പരിഹാരം ഉണ്ടാക്കണ്ടേ? ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട 4 വിഷയങ്ങളാണ് പറഞ്ഞത്. കർഷകർ എത്രത്തോളം കർഷകർ വിഷമിക്കാമോ അത്രത്തോളം വിഷമിക്കുമ്പോഴും ആ കർഷകരെ സഹായിക്കാനുള്ള സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. പിന്നെ വരൾച്ച വന്നു, കഴിഞ്ഞ വർഷത്തെ വരൾച്ച, പ്രകൃതിക്ഷോഭം, മഴ, തുടർച്ചയായി ഉണ്ടാകുന്ന മഴ, ഇതൊക്കെ നടക്കുമ്പോഴാണ് കേരളത്തിൽ ഇപ്പോൾ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ എല്ലാ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ മുതൽ പൊതുമേഖലാ ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ ജനങ്ങളുടെ സ്വത്ത് ജപ്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. വായ്പ എടുത്തിട്ടുണ്ട്, തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഇവിടെ 2020 മുതൽ 2022 വരെ ഉണ്ടായ പ്രതിഭാസം, ആ കാലത്ത് ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. കാലവർഷക്കെടുതി ഉണ്ടായത്. ഇപ്പോൾ 2018 കാലവർഷക്കെടുതി, 2019 കാലവർഷക്കെടുതി. ജനങ്ങൾക്ക് അവരുടെ കൃഷി നശിക്കുന്നു. അവർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല. 2021 വടക്കൻ കേരളത്തിലെ കാലവർഷക്കെടുതി. അവർക്കൊരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഈ സർക്കാർ ഇതൊക്കെ കാണുന്നില്ലേ? തീർച്ചയായും ഒന്നുകിൽ സർക്കാരിന് ബാങ്കുകളോട് ആവശ്യപ്പെടാം, താൽക്കാലികമായെങ്കിലും ഈ ജപ്തി നടപടികൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെടാം. പക്ഷേ സർക്കാർ ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല. എത്രത്തോളം കർഷകർ പ്രയാസം അനുഭവിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മാത്രം സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാതിരിക്കാൻ നിർവാഹമില്ല. പരമാവധി നമ്മൾ സമൂഹത്തെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതി തന്നെയാണ് എപ്പോഴും ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. പക്ഷേ ഈ ഒരു ചുറ്റുപാടിൽ
കർഷകരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അതിശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ കർഷക കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ. ഞാനവിടെ ഒരു 3 തവണ പോയതാണ്. ചൂരൽമല, മുണ്ടക്കൈയൊക്കെ 3 തവണ പോയി അവിടെ കണ്ടതാണ്. അവിടെ കുടുംബത്തെ പൂർണ്ണമായി നഷ്ടപ്പെട്ട് ബന്ധുക്കൾ മാത്രമായിട്ടുള്ളവർ, അച്ഛനെ നഷ്ടപ്പെട്ടവർ, അമ്മയെ നഷ്ടപ്പെട്ടവർ, മക്കളെ പൂർണ്ണമായും നഷ്ടപ്പെട്ടവർ, അവരവിടെ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ സർക്കാരിന് 685 കോടി രൂപ കിട്ടി ദുരിതാശ്വാസ നിധിയിലേക്ക്. എന്ത് ചെയ്യാൻ സാധിക്കുന്നു ഈ സർക്കാരിനവിടെ? എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അതിന് ഭൂമി പോലും കണ്ടെത്താൻ ഈ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഭൂമി കാണിച്ചു കൊടുത്താൽ വീട് വെക്കാൻ 1000 വീടിൻ്റെ ഓഫർ സർക്കാരിന് മുന്നിൽ പോയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ 100 വീടുകൾ പറഞ്ഞിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ 30 വീടുകൾ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗിൻ്റെ 100 വീടുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സംഘടനകൾ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി അവർ തയ്യാറായി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാർ അതിനുള്ള സ്ഥലം പോലും കണ്ടെത്താൻ ഇതുവരെ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന് എന്ത് ഉത്തരവാദിത്വമാണുള്ളത്? അപ്പം അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഈ കെടുകാര്യസ്ഥത, അതുപോലെ തന്നെ കർഷകരെ ബുദ്ധിമുട്ടിക്കുക, ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക, അതിനെതിരെ വലിയ കർഷക പ്രക്ഷോഭം ആരംഭിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ കേന്ദ്രങ്ങൾ, ആ ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ സന്ദർശിക്കുക, അവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുക, എന്ത് പരിഹാരമാണ് വേണ്ടത്, അവരെ കൊണ്ട് തന്നെ സർക്കാരിലേക്ക് അത് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളൊരു വാഹന ജാഥ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. 14 ജില്ലകളിൽ ഇതേപോലെ കുടുംബങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ, വന്യമൃഗശല്യത്തിൽ കൊല്ലപ്പെട്ട വീടുകൾ സന്ദർശിക്കുക, പരിക്ക് പറ്റിയവരുടെ വീടുകൾ സന്ദർശിക്കുക, കൃഷിനാശമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കുക, അതെല്ലാം സർക്കാരിനെ ബോധ്യപ്പെടുത്തുക, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, അത് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതിനാവശ്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഈ 2025 ഫെബ്രുവരി 2ാം വാരത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു വലിയ പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. അത് പ്രധാനമായും തിരുവനന്തപുരത്ത് ഒരു സമരപ്രഖ്യാപന കർഷക സമ്മേളനവും ഞങ്ങളുടെ ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനോടൊപ്പം അതെല്ലാം രൂപപ്പെടുത്തി എടുത്തുകൊണ്ടുവന്ന് ഒരു കർഷക സമരപ്രഖ്യാപന സമ്മേളനവും തിരുവനന്തപുരത്ത് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എന്ത് വന്നാലും കർഷകരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് ഈ സർക്കാർ പ്രവർത്തിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ, വേണ്ടി വന്നാൽ മന്ത്രിമാരെ തന്നെ വഴി നടക്കാൻ വിടാത്ത രീതിയിൽ ഉള്ള കർഷക പ്രക്ഷോഭത്തിന് ഞങ്ങൾ തയ്യാറായി മുന്നോട്ട് വരുമെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പത്രസമ്മേളനം ഞങ്ങൾ ഇന്നിവിടെ വിളിച്ചിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളാണ് പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പൊതുജന മധ്യത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഒന്നുകൂടി പരിശോധിച്ച് കർഷകരുടെ പ്രയാസം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റുണ്ട് തോംസൺ ലോറൻസ്, എൻ്റെ പേര് KC വിജയൻ, കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള AD സാബൂസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബാബുജി ഈശോ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പിന്നെ പ്രധാനമായി ഇവിടെ പങ്കെടുക്കുന്നത് റോയി തങ്കച്ചനാണ്, ആലപ്പുഴ കുട്ടനാട് സ്വദേശിയാണ്, ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ RC മധു തിരുവനന്തപുരംകാരാണ്, ഇവിടെ ഈ തിരുവനന്തപുരം സ്വദേശിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇന്നലെ ഞങ്ങൾ KPCC ഓഫീസിൽ ഒരു വലിയ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അത് ഞങ്ങളുടെ മുൻ പ്രസിഡന്റ്, ദേശീയ വൈസ് പ്രസിഡന്റായ ലാൽ വർഗീസ് കൽപ്പവാടിയുടെ ഒരു അനുസ്മരണ സമ്മേളനമായിരുന്നു. ഏതായാലും ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ AK ആന്റണി സാറായിരുന്നു. MM ഹസൻ UDF കൺവീനർ, രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ്, K മുരളീധരൻ തുടങ്ങിയ നേതാക്കന്മാരെല്ലാം ആ പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു. കർഷക കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ഒരു നഷ്ടം തന്നെയായിരുന്നു. ഞങ്ങളുടെ പ്രിയങ്കരനായ 43 വർഷക്കാലം കർഷക കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി പാടുപെട്ട ഒരാളുടെ വർഗീസ് വൈദ്യൻ്റെ മകൻ ലാൽ വർഗീസ് കൽപ്പവാടി കർഷകരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് കഴിഞ്ഞ 43 വർഷക്കാലം പ്രവർത്തിച്ചത്. 43 വർഷം അദ്ദേഹം പ്രവർത്തിച്ചു.
അദ്ദേഹത്തിൻ്റെ വേർപാട് കർഷക കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെയേറെ പ്രയാസമുണ്ടാക്കുന്നതായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിൻ്റെ നന്ദി, നമസ്കാരം.